ഹലോ എവരി വൺ. ആക്ച്വലി ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് കെ യു എൻ മോൻ്റെ ഒരു പ്രസ്താവനയാണ്. ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇന്നലെ ഇട്ട പോസ്റ്റാണ്. നമുക്കത് ഇന്ന് എടുത്ത് വെച്ച് വായിക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഈ ആധികാരിക കെണയെപ്പറ്റി നമുക്കൊരു ഡീറ്റെയിൽഡ് വേർഷൻ പറയാം. ഓക്കെ, ഞാൻ ഈ വിഷയം എടുക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഒരു സ്പെസിഫിക് പേഴ്സൺസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക തരം വികാര വിക്ഷോഭ പ്രകടനങ്ങൾ നടത്തുന്ന ആരിഫ് കെ യു എൻ മോനെ ഇങ്ങനെയല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ അറിയത്തില്ല. എനിവേ, നമുക്ക് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒന്ന് പോകാം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ ശ്രീരാമചന്ദ്രന്റെ ഓർമ്മ ദിവസത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. കുടുംബത്തെ സന്ദർശിച്ചു. സംസാരിക്കാൻ പറഞ്ഞ നേരം ഭാരത്താൽ മുഴുവിപ്പിക്കാൻ സാധിക്കില്ല എന്നറിയാമായിരുന്നതിനാൽ എഴുതി വായിക്കുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മളടുത്ത് എഴുതിയാണ് കേട്ടോ, അത് ചുവടെ എഴുതി ചേർക്കുകയാണ്. നമ്മളത് വായിച്ചോണം. കാരണം പുള്ളിക്ക് അത് പറയാൻ പറ്റുന്നത് വികാര വിക്ഷോഭ തള്ളലിലാണ് പുള്ളിക്കാരനുള്ളതെന്നാണ് പറയുന്നത്. പഹൽഗാമിൽ നടന്നത് ഒരു ഭീകരാക്രമണം തന്നെയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിൽ അതിക്രമിച്ചു കടന്ന വൃത്തികെട്ട ജന്തുക്കളെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഭീകര വസ്തുതയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കോമൺ സെൻസ് വേണം. കോമൺ സെൻസ് ഇല്ലാത്ത സംഖ്യകളെ ദയവ് ചെയ്ത് സ്കിപ്പ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അത്യാവശ്യം പൊതുബോധമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യദ്രോഹികളുമായി സംസർഗം വയ്ക്കുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൗര എന്ന നിലയിൽ രാജ്യദ്രോഹപരമായ ഒരു തെറ്റാണ്. ആ ക്രൈം ചെയ്യാത്തവർക്കെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക, അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോകാം. പ്രത്യേകിച്ച് RSSകാർക്ക് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എന്നാലും കണ്ടോ കേട്ടാ, ചുമ്മാ നേരം പോകും. പ്രിയ സുഹൃത്തുക്കളെ, ആദരണീയരായ കുടുംബാംഗങ്ങളെ, ഭാരമുള്ള ഹൃദയത്തോടെയാണ് നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. രാമചന്ദ്രൻ ചേട്ടന്റെ വ്യൂഹത്തിലുള്ള കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. മീ ടു, ഹാർട്ടി കണ്ടോളൻസ്. അതോടൊപ്പം പഹൽഗാം ഭീകരാക്രമണത്തിൽ പൊരിഞ്ഞ ഓരോ നിഷ്കളങ്ക ജീവനെയും ഞാൻ ഇവിടെ സ്മരിക്കുന്നു, പ്രണാമം അർപ്പിക്കുന്നു. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. സമാധാനവും സൗന്ദര്യവും തേടി കാശ്മീരിലെത്തിയ സാധാരണക്കാരായിരുന്നു അവർ. ആയുധങ്ങളില്ലാതെ ആരെയും ഭീഷണിപ്പെടുത്താത്ത പച്ചയായ മനുഷ്യർ. അതുകൊണ്ട് തന്നെയാണ് ഈ മുറിവിന് ഇത്രത്തോളം ആഴമുള്ളതും വേദനയേറുന്നത്. കറക്റ്റ്. എന്തല്ലേ, ഇവൻ ഭയങ്കര സാഹിത്യകാരനായി മാറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേവലം വിലപിക്കാനല്ല, നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ഉത്തരവാദിത്തമായി മാറണം എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. ഈ ദുഃഖം വ്യക്തതയും വേദന മുൻകരുതലായും മാറണം. മനുഷ്യരെ വെറും അക്കങ്ങളായി ചുരുക്കാനാണ് ഭീകരവാദം എക്കാലവും ശ്രമിക്കുന്നത്. എന്നാൽ പരിഷ്കൃതമായ ഒരു സമൂഹം അത് വിസമ്മതിക്കുന്നു. അപ്പൊ വിസമ്മതം ഇപ്പുറത്തുള്ളത് കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. പോട്ടെ, പഹൽഗാം ആക്രമണം വെറും ഒരു ക്രൂരതയായിരുന്നില്ല. കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള വെറുപ്പായിരുന്നു. മതപ്രേരിതമായ തീവ്രവാദമായിരുന്നു. അവിടെ ഭീകരർ നടപ്പാക്കിയ ആസൂത്രിതമായ പ്രവർത്തന രീതി, മോഡസ് ഒപ്പറണ്ടി നാം തുറന്നു പറയേണ്ടതുണ്ട്. അവർ ഹിന്ദുക്കളായ പുരുഷന്മാരെ മാത്രം തെരഞ്ഞുപിടിച്ചു, സ്ത്രീകളെ അവർ ഒഴിവാക്കി. കൂട്ടത്തിലുള്ള മുസ്ലിങ്ങളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുന്നതിനായി അവർ തോക്കിൻ മുനയിൽ നിർത്തി ആളുകളെ കൊണ്ട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. അപ്പൊ ഈ വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ഇവൻ പറയണൊക്കെ കേട്ടാൽ ഈ കാലേവാരി നിലത്തടിക്കാൻ തോന്നും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും മഹാദേവിലൂടെയും നാം ഭീകരതയ്ക്ക് തക്കതായ മറുപടി കൊടുത്തു. ആണോ? എന്നിട്ട് പിടിച്ചോ? കിട്ടിയോ അവരെ? അവർ കിട്ടിയില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. കിട്ടിയോ എന്തോ അറിയില്ല. എങ്കിലും ആത്മസമ്മേളനത്തെ നാം അന്ധതയായി തെറ്റിദ്ധരിക്കരുത്. ജാഗ്രതയില്ലാത്ത സമാധാനം കേവലം ഒരു വ്യാമോഹം മാത്രമാണ്. ഭീകരവാദം ഒറ്റപ്പെട്ട ഒന്നല്ല. അതിന് പ്രത്യയശാസ്ത്രവും ശൃംഖലകളും ചിലപ്പോഴെങ്കിലും പ്രാദേശിക പിന്തുണയും ആവശ്യമാണ്. അതുകൊണ്ട് ഇരകളെ സ്മരിക്കുന്നതിനൊപ്പം ഈ ക്രൂരകൃത്യങ്ങൾക്ക് അവസരമൊരുക്കിയ സാഹചര്യങ്ങളെയും നാം തിരിച്ചറിയണം. നമ്മുടെ യഥാർത്ഥ പോരാട്ടം ഏതെങ്കിലും ഒരു സാധാരണ പൗരനോ സമുദായത്തിനോ എതിരെയല്ല, മറിച്ച് പരിഷ്കൃത സമൂഹവും കാടത്തവും ബാർബറിസം സിവിലൈസേഷൻ തമ്മിലുള്ള പോരാട്ടമാണ്. ബഹുസ്വരതയെ ദൗർബല്യമായി കാണുന്ന മനുഷ്യജീവൻ എടുക്കുന്നത് ആരാധനയായി കാണുന്ന ആ ഇരുണ്ട മാനസികാവസ്ഥയാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് അന്ധമായ വിദ്വേഷമല്ല, കൃത്യതയുള്ള ചിന്തയും പ്രവൃത്തിയുമാണ് ഈ പോരാട്ടത്തിന് നമുക്ക് ആവശ്യം. ഏതായാലും നിരപരാധികൾക്കെതിരെ നേരെയുള്ള പ്രതികാരം നാം അനുവദിക്കുന്നില്ല. പിന്നെ കുറെ എന്താ പറയുക, അങ്ങും താങ്ങാതെ ഇങ്ങും താങ്ങാതെ കുറെ ഓഞ്ഞ വർത്തമാനം. എന്തായാലും ആ കുടുംബത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് വലിയ കാര്യം പറഞ്ഞു. ഈ ഒരു വിഷയത്തിൽ നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പറയും വർഗീയവാദം പറയുന്നെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തിൽ അവർക്ക് ഏർപ്പെട്ട ബുദ്ധിമുട്ട്, കാരണം കുടുംബനാഥനെ കൊന്നുകളയുക, അത് നമ്മുടെ മുന്നിൽ വെച്ച് കൊന്നുകളയുക എന്ന് പറയുന്നത് ഏറ്റവും ബ്രൂട്ടാലിറ്റിയുടെ മറ്റൊരു ലെവലാണ്. കമ്പാരിസൺ ഒന്നും നടത്തുന്നില്ല. ഇതേപോലെ സ്വന്തം കുടുംബനാഥന്റെ മുന്നിലിട്ട് പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തും വെട്ടിയും കുത്തിയും ശൂലം കൊണ്ട് കുത്തിയും കുത്തിപ്പറിച്ചെടുത്തും അങ്ങനെയൊക്കെ കൊന്നുകളഞ്ഞ ഒരു വിഭാഗം ജനത അപ്പുറത്തും ജീവിപ്പിരിപ്പുണ്ട്. അവരൊന്നും കാണണമെന്ന് തോന്നിയില്ല കേട്ടോ. ചേട്ടായിക്ക് ഇത് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. ചേട്ടായി ഇത് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഒരു വിഭാഗം ജനതയെ മാത്രമാണ്, തീവ്രവാദികൾ. അവന്റെ വാപ്പ, അവന്റെ പെങ്ങളുടെ ഭർത്താവ്, അവന്റെ മക്കള്, അവന്റെ ഭാര്യ, ആദ്യ ഭാര്യ, രണ്ടാമത്തെ ഭാര്യ, അവന്റെ മാമ, മാമി, ചേട്ടൻ, ചേച്ചി, ചാച്ച, ചൂച്ചു എല്ലാം ഉൾപ്പെട്ട തീവ്രവാദികളുടെ ഒരു സംഘം. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഈ മനുഷ്യർ നവോത്ഥാനം മുന്നോട്ട് കൊണ്ടുവയ്ക്കുകയും
ഈ പറയുന്ന രീതിയിലുള്ള അരാഷ്ട്രീയവാദവും അതിനേക്കാൾ ഉപരി അന്ധമായിട്ടുള്ള ഈ സാംസ്കാരികമായ പുനരുദ്ധാരണം എന്ന രീതിയിൽ കൊണ്ടുവരുന്ന കുറേ അന്ധതയുണ്ടല്ലോ, മതാന്ധത, അതുങ്ങൾക്കെതിരെയൊക്കെ ശക്തമായി പൊരുതുന്ന ഒരു വിഭാഗം ജനതയാണ്. മുൻ കാലഘട്ടങ്ങളിലൊക്കെ ഇവരെ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിയരോ അവർ ഭയങ്കര പഴയ ചിന്താധാരകളുള്ളവരാണ്, അവർ ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിരുന്നത്. കുറേ പേര് അത്യാവശ്യ ബോധ നിലവാരത്തോടു കൂടി ശക്തമായി അതിനെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ, രേഖകൾ വെച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടി ഇരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇപ്പുറത്തുള്ള അതിനേക്കാൾ തീവ്രവാദത്തിനേക്കാൾ ഭീകരമായ രാജ്യദ്രോഹികൾ എന്ന് ഞാൻ പറയും. ഈ വിഷയത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് വളരെ വലിയ നഷ്ടമാണ്. പക്ഷെ ചെയ്തത് ആരാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മൾ ചെയ്യേണ്ടത്. എന്തൊരു സെക്ഷൻ എടുക്കുക, ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിനെ എടുത്താലും മണിപ്പൂർ കലാപത്തിനെ എടുത്താലും എന്ത് സംഗതി എടുത്താലും അതിന്റെ പിൻഭാഗം നമ്മൾ ആലോചിക്കണം. എന്തായിരുന്നു അതിന്റെ പിൻവിളവുകൾ, എന്തുകൊണ്ട്, എവിടെ തുടങ്ങിയെന്ന്. ഇപ്പൊ ഗുജറാത്ത് കലാപത്തിനെ പറ്റി പറഞ്ഞ ഉടനെ എല്ലാം കൂടെ പക്കി പിടിച്ചോണ്ട് വരുന്നത് ഗോദ്ര എക്സ്പ്രസ് എന്ന് പറയും. ഈ സംഗതിക്ക് മുമ്പ് വേറൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു, ബാബറി മസ്ജിദ്. അതാർക്കും പറയാൻ വയ്യ, അത് പറയുമ്പോൾ അണ്ണാക്കി പിരിവെട്ടും. മനസ്സിലായില്ലേ? ഒരു വിഭാഗം ജനതയെ അനാവശ്യമായി മോക്ക് ചെയ്യുകയും അവരുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടുന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ക്രൈം ആക്കുന്ന ഒരു രീതി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സഹിഷ്ണുതയോടുകൂടി ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ മാനസിക വ്യാപാരം നിലകൊള്ളുകയും അവർ ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴൊന്നും ആർക്കും ഇതൊന്നും താല്പര്യമില്ല. എന്ത് വാഴെങ്കിലും പറഞ്ഞിട്ട് പോട്ടെന്ന് അവരവരുടെ കാര്യം നോക്കി മുന്നേറുകയാണ്. 32% വരുന്ന കേരളത്തിലെ ജനങ്ങൾ അതിന് വലിയൊരു ഉദാഹരണമാണ്. മൊത്തം ശതമാനത്തിൽ 32% മുസ്ലിംസ് ആണ്. അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഏത് ഒരു സർക്കാർ തലങ്ങളിലോ ഓഫീസുകളിലൊക്കെ പോയി നോക്കിയാൽ അവിടെയും ഉണ്ട് മുസ്ലിംസ് ഉണ്ട്. മുസ്ലിംസിന്റെ പ്രാതിനിധ്യം കൂടുതൽ സർക്കാർ മേഖലകളിലേക്ക് അധികമായി വന്നിട്ടുള്ളത് കേരളത്തിൽ തന്നെയാണ്. മറ്റേത് സംസ്ഥാനങ്ങളിലേക്കാൾ ഉപരി കേരളത്തിൽ അത് ഭയങ്കരമായിട്ട് വന്നിട്ടുമുണ്ട്. അത് എന്തുകൊണ്ടത് നമ്മൾ മുന്നോട്ട് വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ പൗരാണിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഗോത്രകാല ജീവികൾ എന്ന് ആക്ഷേപിക്കുന്നവർക്കുള്ള ഒരു തെളിവാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അല്ലാതെ അവർ ഭയങ്കരമായ സംഭവങ്ങളാണെന്നോ അല്ലെങ്കിൽ കുഴപ്പമാണെന്നോ അല്ല. ഫിനാൻഷ്യലി അവർ സെക്യൂർ ആകുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് മനസ്സിലാവുന്നത് ഒന്നാണ്, ഈ കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ആവശ്യകത. അതവർ കൊണ്ടുവരുന്നുമുണ്ട്. എന്നാൽ അവർ ദീന് വിട്ട് കളിക്കാനും തയ്യാറല്ല. യൂണിറ്റിയാണ് അവരുടെ ഏറ്റവും വലിയ ബലം എന്നുള്ളത് ഈ അംബേദ്കർ വരെ പറഞ്ഞ കേസാണ്. ഇനി അതിൽ പരം വേറെ ഒരു വ്യക്തി വന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പൊ അത്രത്തോളം യുണൈറ്റഡ് ആയി നിൽക്കുന്ന അവരുടെ ശക്തി ഇവർക്ക് പ്രശ്നമാകും എന്നുള്ള തിരിച്ചറിവിൽ അവരുടെ യൂണിറ്റി നശിപ്പിക്കാൻ വേണ്ടി അവർ ശത്രുക്കളാക്കി അപ്പുറത്ത് നിർത്തുകയും ആ ശത്രുക്കളെ വെട്ടാനും വേണ്ടിയിട്ട് ഇപ്പുറത്ത് കുറെ സാധനങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം മറിയോ ജോസഫ്, ആരിഫ്, ഇവരെയൊക്കെ പോലുള്ളവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് എക്സ് ആകുന്നത്, എക്സ് മുസ്ലിം ആകുന്നത് എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇസ്ലാം എന്ന് പറയുന്ന മതം, ആ വിശ്വാസം, അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം അതിതീവ്രമായ വ്യക്തി സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി മനുഷ്യന് മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതമാണത്. മാനുഷിക പരിഗണനകൾ, മനുഷ്യത്വം, അതിനാണ് അതിന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. ഒരു വ്യക്തി എന്നതിലുപരി ഒരു വിഭാഗം ജനതയുടെ മനുഷ്യത്വത്തിനെയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു ആശയം ശരിയായ രീതിയിൽ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നത് കണക്ക് ചാരിറ്റി വർക്ക്സ് വേറെ ഒരാളും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചാരിറ്റി ഇന്നെ മീൻസ് നമ്മുടെ കയ്യിലുള്ള സാധനം അങ്ങോട്ട് കൊടുത്ത് പാവമല്ലേ അവൻ ഒരു നേരത്തെ ആഹാരം കഴിക്കട്ടെ എന്നതല്ല. അവനും നമുക്കൊപ്പം വരട്ടെ, നമ്മളെപ്പോലെ ആകട്ടെ എന്ന് പറയുന്ന ഒരു മാനുഷിക പരിഗണനയുണ്ടല്ലോ, മനുഷ്യത്വം, അതാണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവരെ ഒതുക്കി കഴിഞ്ഞാൽ, അവരൊരു വൻ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ ഇക്വാലിസം ഇവിടെ നിലനിൽക്കും. ദാറ്റ് സ്പെസിഫിക് ഇക്വാലിസം ആർക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഉച്ചനീചത്വങ്ങൾ ചിന്തിക്കുന്ന തമ്പുരാട്ടി ലെവലിൽ ഇരിക്കുന്ന മന്ദബുദ്ധികൾക്ക് അത് പ്രശ്നം. അവർക്ക് ആട്ടിപ്പടയ്ക്കാൻ പറ്റത്തില്ല. നമുക്കിരുന്ന് തിന്നണം, ബാക്കിയുള്ളവരെല്ലാം നമ്മൾ അടിമകളാണെന്നുള്ളൊരു ചിന്താധാര ഇവർ വളർന്നു വന്നാൽ സാധിക്കത്തില്ല. ഇതാണ് അവിടെ നടക്കുന്ന പ്രോബ്ലം എന്നാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. എൻ്റെ ബോധം അങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ആരിഫ് ഹുസൈനും മരിയോ ജോസഫും പോലുള്ള ആൾക്കാർക്ക് സ്വന്തം വ്യക്തി ജീവിതത്തിലുള്ള കള്ളങ്ങൾ മറച്ചു വെക്കാനാണ് എക്സ് മുസ്ലിം എന്ന ഒരു പുറംചട്ട അവരെടുത്തിട്ടിരിക്കുന്നത്. എന്താണ് എക്സ് മുസ്ലിം? മുമ്പ് മുസ്ലിമായിരുന്നു, ഇപ്പം മുസ്ലിം അല്ല, അത്ര തന്നെ. ഇവന്റെ അടുത്തൊക്കെ മര്യാദയ്ക്ക് ഖുർആനെന്ന് ചോദിച്ചു നോക്കിയാണില്ല. അറ്റവും മൂലം അരുവും കുറയും പറയും. ഇവനൊന്നും ഇസ്ലാമിക രീതിയിൽ ജീവിക്കാൻ തയ്യാറല്ലാതിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവർ എക്സ് ആവുന്നത്. ഈ രീതിയിൽ എക്സ് മുസ്ലിമായി പോകുന്നവൻ അരയും കുറയും പഠിക്കുന്നവനാണ്. ഇപ്പം നമുക്കൊരു വിഷയം തരുന്നു, അതിന്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ കണ്ടെത്തണം, എന്നിട്ട് വേണം അതിനെ വിമർശിക്കാൻ. വിമർശനങ്ങളിൽ കൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. അപ്പൊ സ്കൂൾ തലങ്ങളിൽ നമ്മൾ ഒരു വിഷയം പഠിപ്പിക്കുകയാണ്, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയുന്ന കേട്ടില്ലേ, ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് വിമർശനം. അവർ പഠിപ്പിച്ച സാധനത്തിൽ നമ്മൾക്ക് മനസ്സിലാകായ്മയുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കുക, അതിനെയാണ് സംശയം എന്ന് പറയുക. സംശയങ്ങൾ ചോദിക്കാനുള്ളതാണ്. സംശയം ചോദിക്കുമ്പോൾ സംശയത്തിന് ഉത്തരം അവിടുന്ന് തരും. ആ ഉത്തരത്തിൽ നമുക്ക് മനസ്സിലാകും നമ്മളുടെ വിമർശനം തെറ്റായിരുന്നു എന്ന്. അങ്ങനെ ഉത്തരം തരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ പഠിപ്പിച്ച സാർ ഒരു പരാജയമാണെന്ന് ചുരുക്കം. കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ല.
സ്വന്തം കള്ളങ്ങൾ മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ പറയുന്ന എക്സ് മുസ്ലിം എന്ന പുറംചട്ട എടുത്ത് അണിയുന്നത്. പഹൽഗാം വിശ്വാസത്തിന് പഹൽഗാം എന്ന ഒരു സംഗതിയെ എടുത്തു വെച്ചുകൊണ്ട് ഇവനിട്ട ആ ഒരു പോസ്റ്റിൽ കൂടെ ഇവൻ ഉടനീളം രാജ്യസ്നേഹിയായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. അവിടെ മരിച്ചു വീണ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവന്റെ ഉമ്മ മരിച്ചപ്പോൾ ഇട്ട പോസ്റ്റ് എന്തായിരുന്നു? ഇവൻ എത്രത്തോളം വൈകൃതൻ ഉള്ള നിറഞ്ഞ ഒരു വൃത്തികെട്ട ജന്തുവാണ്, മനുഷ്യത്വമേ ഇല്ലാത്തൊരു നാറിയാണ് എന്നറിയാൻ അവൻ്റെ ഉമ്മ, അവൻ്റെ വാപ്പ, അവൻ്റെ കുടുംബക്കാരൊക്കെ നിലനിൽക്കുന്ന ഒരു മതത്തിനെ പേപ്പട്ടി മതമെന്ന് പ്രൊനൗൺസ് ചെയ്തവനാണ്. അങ്ങനെ പറയുക മാത്രമല്ല, സ്വന്തം പെറ്റുമ്മ മരിച്ചു കിടക്കുമ്പോൾ കൂറന്മാരോടുകൂടി രമിക്കാൻ പോയി എൻ്റെ ഉമ്മച്ചി എന്ന് അതിഭീകരമായി പറഞ്ഞ അലവലാതി തെക്കാളി എരുമമുണ്ടയാണത്. അപ്പോൾ അവൻ്റെ കള്ളത്തരം അവിടെ പൊളിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇനി ഞാൻ പറയാൻ വന്ന വിഷയത്തിലേക്ക് വരാം. മെറിയോ ജോസഫ് അവൻ പഠിച്ചിരുന്ന സ്കൂള്, അതോ മദ്രസ, ആ മദ്രസയിൽ മോഷണ കുറ്റത്തിന് അവനെ പിടിച്ച് പുറത്താക്കിയിരുന്നു അവിടുത്തെ ഉസ്താദ്. അവിടെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി അവൻ അരയും കുറയും പഠിച്ച സംഗതിയും കൊണ്ട് അടുത്തടുത്തേക്ക് കയറി. അവിടെ ഇതിനേക്കാൾ വലിയ മണ്ടന്മാരുണ്ടെന്ന് മനസ്സിലാക്കുകയും അവരെ പറ്റിച്ചാൽ പൈസ കൊണ്ട് അമ്മാനമാടാമെന്നും അത് വെച്ച് നന്നായി സർവൈവ് ചെയ്യാമെന്നും വിയർക്കാതെ ഭക്ഷണം തിന്നാമെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യത്തിൽ യേശപ്പം പറഞ്ഞത് വിയർപ്പിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം തിന്നുവെന്നാണ്. ഇവൻ വിയർക്കാതെ അപ്പം തിന്നുന്ന ഒരു പ്രത്യേകതരം ജനുസിലേക്ക് അവൻ പോയി. ആ പെങ്കൊച്ചാണെങ്കിൽ ഒരു പമ്പര വെട്ടിയും അതങ്ങനെ പോയി അതിന്റെ കയ്യിൽ മാട്ടി കൊടുത്തു, 2 കൊച്ചുങ്ങളുമായി. ഇപ്പൊ എന്താ, അവൾക്ക് അവിഹിതമുണ്ടെന്ന് പറഞ്ഞു. ഐ ഡോണ്ട് നോ അതിനിപ്പോൾ എന്തരാണെന്നൊക്കെ അവർ തന്നെ പറയണം. പക്ഷെ അവിഹിതമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണുമ്പളയെ ചവിട്ടി താച്ചി അവളെ ചെയ്ത് അത്രയും ചെയ്ത ശേഷം പുള്ളി തുള്ളി ചാടിക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് ഇതാ ഇസ്ലാമിനെ പറയുകയാണ്. ഇവന്റെ പെണ്ണുമ്പിള കളഞ്ഞിട്ട് പോയതിന് ഇസ്ലാം എന്ത് ചെയ്താ എന്തോ എനിച്ചറിഞ്ഞൂടാ. ഇവന്റെ പെണ്ണുമ്പിളയ്ക്ക് അവിഹിതം ഉണ്ടായതിന് ഇസ്ലാമാണോ കുഴപ്പം? നീ ഇസ്ലാമിനെ ഉപേക്ഷിച്ചവനല്ലേടാ. ഇസ്ലാമിനെ ഉപേക്ഷിച്ച് കളഞ്ഞു പോയ ഒരുത്തനിക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധത ഇത്രയധികം വരുന്നത്? ഇത്രയും ദിവസം എനിക്ക് ഇസ്ലാം വിരുദ്ധത ഇല്ലായിരുന്നു, ഇപ്പോഴാണ് അവന് ഇസ്ലാം കുഴപ്പമാണെന്ന് തോന്നുന്നതായത്. ഇനി പഹൽഗാം ഇഷ്യൂവിനെ പറ്റി പറയുന്നവൻ ഗുജറാത്ത് വിഷയത്തിനെ പറ്റി മിണ്ടത്തില്ല. ഗുജറാത്തിൽ നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മറ്റേ ഗോത്ര കലാപം എടുത്തിടും. ശരി, ഗോത്ര കലാപത്തിന് മുമ്പ് ഇവിടെ ഒന്നും നടന്നില്ല, അതിനെപ്പറ്റി നിന്റെ വർത്തമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അണ്ണാക്കിൽ അപ്പം പിരിവെട്ടു. എല്ലാത്തിനും ബിഹൈൻഡ് ഒരു സ്റ്റോറി ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈം അല്ലെങ്കിൽ ഈ പറയുന്ന വയലൻസ് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്ന വ്യക്തിയല്ല. പരസ്പരം വെട്ടിച്ചാവുക എന്നുള്ളതല്ല, പക്ഷെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സെൽഫ് ഡിഫെൻസ് എന്നൊരു മെത്തേഡ് ഉണ്ട്, അതെല്ലാവരും എടുക്കും എന്നുള്ളതാണ്. പഹൽഗാമിൽ നടന്നത് എന്താണെന്ന് വ്യക്തമായി നമുക്ക് ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഓക്കെ, ആളെ കിട്ടിയോ? ഇല്ല, ഇതുവരെ കിട്ടിയില്ലല്ലോ, ഇനി കിട്ടാനും പോകുന്നില്ല. ഇതേപോലെ പഹൽഗാം മാത്രമല്ല വേറെ പുൽവാമ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ പൊളിറ്റിക്കൽ ഗിമിക്കാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം. ഇനി ഇവൻ മുമ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത, ഇവൻ ഇതിനേക്കാൾ വളരെ സങ്കടത്തോടു കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ ഇവിടെ തരുന്നത്. കേട്ടു നോക്കുക, അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. പ്രശസ്ത എക്സ് മുസ്ലിം യൂട്യൂബർ സലീം വസ്തിക്കിന് നേരെ ക്രൂരമായ വധശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. ഗാസിയാബാദിലെ ലോണിയിലുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ 2 അംഗ സംഘം വസ്തിക്കിന്റെ കഴുത്തിലും വയറിലും മാരകമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. നിലവിൽ ഡൽഹിയിലെ GTB ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇസ്ലാമിക പാരമ്പര്യങ്ങളിലെയും ആചാരങ്ങളിലെയും തീവ്ര നിലപാടുകളെ പരസ്യമായി വിമർശിച്ചിരുന്ന ഒരാൾ കൂടിയാണ് സലീം. ഈ വിഷയം നടന്നിട്ട് 2 മാസമായി കേട്ടോ, 2 മാസം മുമ്പ് വന്ന വാർത്തയാണേ. അപ്പം ഈ സലീം കുസ്തിക് എന്ന് പറയുന്ന ഈ കുസ്തിക്കിനെ 2 പളകേണ്ടാരുടെ കുത്തി, 2 പേര് വന്ന് കുത്തി. ആ 2 പേരെ പോലീസ് ഷൂട്ട് ചെയ്ത് കളഞ്ഞു. അതായത് അങ്ങനത്തെ ക്രൈം ചെയ്യുന്ന, വയലൻസ് ചെയ്യുന്നവരെ കൊന്നുകളയുകയാണ് നല്ലത്, അതാണ് നല്ലത്. അങ്ങനെ കയറി കുത്തേണ്ട കാര്യം എന്താ? മുഹമ്മദ് നബി പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഖുറാനികപരമായിട്ട് പ്രശ്നങ്ങൾ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കയറി കുത്താനൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെതിരെ നമ്മുടെ ആരിഫ് KUNന്റെ മുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതും ഇതും കൂടെ നിങ്ങൾക്ക് ചേർത്ത് വായിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. എന്താണെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അതിലേക്ക് പോവാം. ഏതായാലും ഇത് വലിയ തോതിലുള്ള അന്വേഷണത്തിലേക്കും മറ്റും പോയിരുന്നു. നമുക്കറിയാം, യൂട്യൂബ് ചാനലിലൂടെയും ടെലിവിഷൻ ചാനലുകളുടെയൊക്കെ നിലപാടുകൾ വസ്തുക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ ആക്രമണം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. 2 ആളുകൾ വസതിയിലേക്ക് എത്തുകയും പിന്നീട് അവർ വേണോ എന്നൊക്കെയുള്ള ചോദിച്ചു സന്ദേശങ്ങളും മറ്റും വന്നു പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഈ ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഈ ആക്രമണത്തെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം ഭീഷണിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ശ്രീ ആരിഫ് ഹുസൈൻ നമ്മോടൊപ്പം ടെലിഫോണിലായി. അദ്ദേഹം ഇത് പറഞ്ഞ പോലെ എക്സ് മുസ്ലിമാണ്, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളാണ്, ആക്ടിവിസ്റ്റ് ആണ്. ശ്രീ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച ഒരു വിഷയം അത് ഒരു സൂചനയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പലതരത്തിലുള്ള അക്രമങ്ങൾ അത്തരം ആളുകൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് കരുതണം? തീർച്ചയായിട്ടും നമ്മളിവിടെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പൊ ഇവിടുത്തെ പല വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗൗരി ലങ്കേഷ് കൽബുർഗി പൻസാര എന്നൊക്കെ പറയും. പക്ഷെ
പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ പറയാൻ കാണിക്കുന്ന പ്രാണി എത്ര പേര് ഇതേ ആളുകൾ ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ പറയാൻ സാധിക്കും? ഫാറൂഖ് എന്നോ തേകന്നൂർ മൗലവി എന്നൊക്കെ പറയാൻ കഴിയും എന്ന് നമ്മൾ അന്നേ ചോദിക്കാറുണ്ട്. പക്ഷെ ആ ചോദ്യം ആരും എടുക്കാറുണ്ടായില്ല. ഇന്നിപ്പോ അതിലേക്ക് ഒരാളെ കൂടി ചേരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഇപ്പോഴും അതിന്റെ ക്രിട്ടിക്കൽ അവസ്ഥയിലാണെന്നാണ് അറിയുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയില്ല. രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണെന്നാണ് അടുത്ത പുറത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. എന്താ ബ്രഹാൻസിനെ കൊന്നുകളഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല. അതിനെപ്പറ്റിയൊന്നും ആരും പറയില്ല. കൽബുർഗി, ലതാ, ഗൗരി ലങ്കേഷ്കർ, അങ്ങനെ ഗോവിന്ദ ബൻസാരെ, ഇവരെയൊക്കെയാണ് പറയുന്നത്. ഇവരൊക്കെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെയാണ്. ഈ ബ്രഹാൻസൻ എന്ന് പറയുന്ന ആൾ ഇതിനകത്തൊന്നും ഉള്ള ആളല്ല. ഒരു വിഭാഗം ജനതയെ ഒറ്റപ്പെടുത്തുകയും അവോയ്ഡ് ചെയ്യുകയും കുഷ്ഠരോഗികളായതുകൊണ്ട് തന്നെ അവരിനി സമൂഹത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയും ആ ഗ്രാമം തന്നെ അടച്ചുപൂട്ടുകയും ചെയ്യുമ്പോൾ മിഷണറി പ്രവർത്തനത്തിന് ഈ നാട്ടിലേക്ക് വരികയും അവരെല്ലാം സെക്യൂർ ആക്കുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്തതിന്റെ പരിണിത ഫലമായിട്ട് അവർ ആ ഒരു മതത്തിലേക്ക് ചേരുകയും ചെയ്തതിന്റെ പേരിൽ സ്വന്തം പിഞ്ച് മക്കൾക്കൊപ്പം ജീപ്പിലിട്ട് തീ വെച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ കൊടും ക്രൂരത. അതിനെപ്പറ്റി ഒരു സംസാരമില്ല, അതിനെപ്പറ്റിയൊന്നും പറയാൻ പാടില്ല. ഇപ്പൊ ഇയാളെ ചെയ്ത ഈ പറഞ്ഞ വ്യക്തിയെ ചെയ്ത എക്സ് മുസ്ലിമിനെ കുത്തി എന്ന് പറയുന്ന വിഷയമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആരായിരുന്നു ഇവൻ എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. അതേപോലെ ആരിഫ് ഹുസൈന്റെ വിഷയം, ഞാനൊരു 15 ലക്ഷം രൂപയുടെ ഇവൻ പൈസ മോഷ്ടിച്ച കേസ്, അത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവൻ മിണ്ടിയിട്ടില്ല, അണ്ണാക്കി പിരിവിട്ടി കയറിയിരിക്കുകയാണ്. തെളിവുൾപ്പെടെ തന്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്നുള്ളതും ഇവൻ കള്ളനാണ് എന്നുള്ളതും കൃത്യമായി വന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടും ഇവന്റെ അണ്ണാക്കി പിരിവിട്ടിയും മിണ്ടിയിട്ടില്ല. പിന്നെ രണ്ടാമത് ഇവന്റെ ആദ്യത്തെ ഭാര്യ 8 ലക്ഷം രൂപ കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ടാണ് കളഞ്ഞിട്ട് പോയത്. രണ്ടാമത്തെ ഭാര്യയും ഇപ്പോഴും നിലനിൽക്കുന്ന ഭാര്യ എന്ന നിലയിൽ നിലനിൽക്കുന്ന ആ സ്ത്രീയെ വഞ്ചിച്ച് അവർക്കും കുട്ടികളെ കൊടുത്തിട്ട് അതുങ്ങൾക്ക് ചെലവിന് കൊടുക്കാതെ അതിഭീകരമായ രീതിയിൽ അവന്റെ കുടുംബത്തിനെ തന്നെ ആക്രമിക്കുന്ന ഒരു വ്യക്തിയെയാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഇസ്ലാമിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക പരമായിട്ടുള്ള കാഴ്ചപ്പാടുകളുമായി നിൽക്കുന്ന മനുഷ്യരെ എതിർക്കാൻ ഇവറ്റകൾ കൂട്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാം. ഇതേപോലെ തന്നെ ലിയാഖത്ത് അലി എക്സ് മുസ്ലിമാണ്. 5 ലക്ഷം രൂപ ഇസ്ലാം വിശ്വാസിയായ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട്, ഞാൻ സമരത്തിന് ഇറങ്ങിയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് വേറൊരു എച്ച് മുസ്ലിം. ഇനി മറിയോടെ കേസ്, ഏകദേശം അവർ കുടുംബത്തിലുണ്ടായ അലസണ്ടയും വഴക്കും എന്താണെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. അതിനെ തുടർന്നുള്ള ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്ന്, ഇവൻ എത്രത്തോളം വലിയ വൃത്തികെട്ടവനാണെന്ന് അവന്റെ പെണ്ണുമ്പള പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ കിടപ്പുണ്ട്. എച്ചിലുകളായി വരുന്നവന്മാരുടെയൊക്കെ പാസ്റ്റ് ഒന്ന് കിളറിയെടുക്കണം. ഈ ഇടയ്ക്ക് നമ്മൾ ജർമ്മനിയിലോ മറ്റാണോ, ജർമ്മനി സ്ഥലം കറക്റ്റ് അറിയില്ല, വണ്ടി ഇടിച്ചുകൊണ്ട് കയറ്റിയ ഒരു സീൻ ഉണ്ടായിരുന്നു. അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസിലേക്ക് വണ്ടി ഇടിച്ചുകൊണ്ട് കയറ്റിയ ഭ്രാന്തനായ എക്സ് മുസ്ലിമിനെ നമ്മൾ കണ്ടിരുന്നു. അതിനെപ്പറ്റിയൊന്നും ചർച്ചയുമില്ല. ചർച്ചിക്കാനായിട്ട് ആരിഫ് ഹുസൈന്റെ മാനവികത അവിടെ വരികയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബാക്കി കൂടെ കേൾക്കാം അവന്റെ വർത്തമാനം എന്താണോ. വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഒരു വശത്ത് പറയുകയും എന്നിട്ട് ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ നടത്തുന്ന ഇത്തരം കൊലവിളികളും നേരിട്ടുള്ള അക്രമങ്ങളും അത് തുടർക്കഥയാവുമ്പോഴും അത് ഒരു വിഭാഗത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ അത് ചെയ്യുന്ന സമയത്ത് അതിനൊരു വിഷയമായിട്ട് കാണിക്കാതെ ഇച്ചിരി വർഗീയതയും ഇച്ചിരി ഇതുപോലെയുള്ള ഭീകരവാദമൊക്കെ മുസ്ലിങ്ങൾക്കാകാം എന്നൊരു നിലപാട് ഇവിടെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് പോലും വെച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് പറ്റില്ല എന്നുള്ളത് മാത്രമല്ല അതുകൂടാതെ ഇത്തരം കാര്യങ്ങൾ അത് ബാക്കിയുള്ള ആളുകൾക്കും കൂടി അത് എടുക്കാനും പ്രയോഗിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഇത്തരം തീവ്രവാദികൾ വെച്ചു കൊടുക്കുന്നത് കൂടിയാണ് നമ്മുടെ ഓർക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇതിനെ ആ രീതിയിൽ കാണണമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയിൽ എത്ര പെട്ടെന്ന് മാറ്റം വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് മനസ്സിലുള്ളത്. തീർച്ചയായും ഇവരാണ് ശ്രീ ആരിഫ് ഹുസൈന്റെ പ്രതികരണം. അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണ്. ആരോഗ്യത്തെ സംബന്ധിച്ച് ഇപ്പോഴും പലതരത്തിലുള്ള ആശങ്കകൾ ഉയർന്ന പശ്ചാത്തലം കൂടിയുണ്ട്. മുസ്ലിം ആർമി എന്ന ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ പറഞ്ഞ വ്യക്തിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നല്ലേ, ഈ പറയുന്ന വ്യക്തി ഒരു പ്രമുഖ യൂട്യൂബറാണ്. TV പെനലിസ്റ്റ് സലീം വസ്തിക് എന്ന് പറയുന്ന ഈ വ്യക്തിയെ പറ്റി ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ന്യൂസ് വന്നത് 25 ഏപ്രിൽ 2026 റിപ്പബ്ലിക് ലൈവ് TV സെക്ഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ചാനൽ മാത്രമല്ല, പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെസിഫിക് സാധനം മാത്രം ഇവിടെ വെക്കുന്നതേ ഉള്ളൂ. പുള്ളിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ കുത്തിയ 2 മനുഷ്യരെ ഷൂട്ടഡ് സൈറ്റ് ആയിരുന്നു, കൊന്നു കളഞ്ഞു. അതങ്ങനെയാണ്, ഷൂട്ട് ചെയ്ത് കൊന്നു കളയാനായിരുന്നു ഉത്തരവ്. 2 പേരെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന മുസ്ലിം ആർമി എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ പറ്റി അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അവിടെയൊന്നും യാതൊരു കോംപ്രമൈസും നടന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ ഈ ഇരവാദം നിലവിളിച്ചുകൊണ്ട് വരണ്ട. ഗൗരി ലങ്കേഷ്കറെ കൊന്ന ആ ഒരു തോക്ക്, അതിൽ നിന്ന് വന്ന ഉണ്ട, അത് തന്നെയായിരുന്നു ദബോൽക്കറെ കൊന്ന തോക്കും. അതേ സെയിം ഉണ്ട തന്നെയാണ് ഈ പെൺകുട്ടിയെ കൊന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ മറ്റേ ആളെ കൊന്ന ആളെ പിടിക്കുകയോ അവരെ ഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ അന്വേഷണത്തിൽ ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അടുത്ത മരണം സംഭവിക്കില്ല. മറ്റേത് നടന്ന് എത്രയോ നാളുകൾ ഇപ്പുറമാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് അങ്ങനെയല്ല, തിരിച്ചാണ്. ഇങ്ങനെ എന്തെങ്കിലും ഇവർ ചെയ്തു കഴിഞ്ഞാൽ സഡൻ ആക്ഷൻ ഉണ്ടാവും. അപ്പുറത്ത് ഈ ആക്ഷൻ ഒന്നും ഉണ്ടാവത്തില്ല. അതാരും ചോദ്യം ചെയ്യാനും പോകുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ കേൾക്കണ്ടേ. ഹി കിൽഡ് എ കിഡ്, ചേഞ്ച് നൈം, ബിക്കെയിം യൂട്യൂബർ, ഹൗ എക്സ് മുസ്ലിം സലീം വാസിക് എവേഡഡ് പോലീസ് ഫോർ 20 years. 2 decades, അതായത് 20 വർഷത്തോളം പോലീസിനെ തട്ടിച്ച്
വെട്ടിച്ച് നടന്ന ഒരു പക്ക ക്രിമിനലായ ഒരു പൊടി മകനെ 13 വയസ്സുള്ള കുട്ടിയെ കൊന്ന ക്രിമിനലാണ്. ഈ ക്രിമിനലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാദിച്ചതെന്ന് ഓർത്തണം. ഇനി ഇയാൾ എന്തിനാണ് ആ കുട്ടിയെ കൊന്നു കളഞ്ഞത്? ഈ സംഭവത്തിന് ആസ്പദമായ കാര്യം നടന്നത് 31 വർഷം മുമ്പ്, അതായത് 1995 Salim had been awarded policing for 20 years while maintaining a famous public identity with his controversial views. അതായത് എളുപ്പത്തിൽ പിടികിട്ടാ പുള്ളി ആകാതിരിക്കാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷനായി പുള്ളി കണ്ടെത്തിയത് പേര് മാറ്റിയിട്ട് യൂട്യൂബർ ആവുക, എക്സ് മുസ്ലിം ആവുക, ഇതുപോലെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഗതികൾ സംസാരിക്കുക, അതിൽ കൂടെ സേഫ് സോണിൽ നിൽക്കുക എന്നുള്ളതാണ്. ഈ കുട്ടിയെ കൊന്നുകളയുള്ള സാഹചര്യം എന്താണെന്ന് അറിയാം. നിങ്ങൾ ചിന്തിക്കുന്ന കണക്ക് മറ്റൊന്നുമല്ല. പണത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയിട്ട് പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞു. പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവരത് മൈൻഡ് ചെയ്ത ബിസിനസ്മാൻ പോലീസിനെ അറിയിച്ചപ്പോൾ ഇവർ ആ കുട്ടീനെ എങ്ങും കൊന്നു കളഞ്ഞു. ആ കേസിൽ ഇവൻ ബെയിലിൽ ഇറങ്ങിയിട്ടാണ് ഇവൻ മുങ്ങിയതും അടുത്ത് ഇത്തരം പരിപാടികൾ ഒപ്പിച്ചത്. അപ്പൊ ആ വാർത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്തുതരാം. ഇറ്റ്സ് ഇൻ ഹിന്ദി. അതാണ് ഒരു പ്രശ്നം. നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് फांसी दे तो बहुत खुशी की बात है, अच्छी बात है. मैं सोचूंगी कि मेरे बच्चे को मिल गया है, बदला मिल गया, न्याय मिल गया है. तो ये कि मैं जैसे तड़प रही हूँ वैसे उनका परिवार भी तड़प कर सकते हैं. हम तो ये दुआ कर सकते हैं और ये अरदास कर सकते हैं गवर्नमेंट से. सजा दे खूब और फांसी दे तो बहुत खुशी की बात है, अच्छी बात है. मैं सोचूंगी कि मेरे बच्चे को അതായത് ഈ വൃത്തികെട്ടവനെ കൊല്ലുകയോ പിടിച്ച് ഇല്ലാണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച വേദന അവൻ അനുഭവിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. നല്ല കാര്യമാണ്, സന്തോഷമാണെന്നാണ് പറഞ്ഞത്. ഒളിച്ചിരുന്നിടത്തുനിന്ന് ഇവന് കയ്യോടെ പൊക്കിയിട്ടുണ്ട്. ഇത്രയും വലിയ വൃത്തികെട്ടവനായ ഒരു വ്യക്തിയാണ് ഈ എച്ച് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പം എനിക്ക് പറ്റി ഞാൻ പറയും കേട്ടോ. അല്ല ആരിഫ് KUNന്റെ മോനെ, ഈ 2 ദിവസം മുമ്പ് ഈ പോസ്റ്റ് ഇടാൻ നീ മെനക്കെട്ടപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പബ്ലിക്കിൽ വന്നതും ഇതിനു വേണ്ടിയിട്ട് നീ ഒരു ഡിബേറ്റ് കൊടുത്തത് സ്ഥിതിക്ക് ഇവന്റെ ഈ കള്ളത്തരം വന്നപ്പോൾ നിനക്ക് വായി തുറക്കണമെന്ന് തോന്നിയില്ലേ? നാട്ടുകാരുടെ അടുത്ത് പറയണമെന്ന് തോന്നിയില്ലേ? അതെന്തരടേ, അതൊരു മാതിരി ഡുബിൾ ഫാദർ സിൻഡ്രം പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ട് ഞാൻ വീണ്ടും കുറേ അധികം സെർച്ച് ചെയ്തിരുന്നു. NDTVയിൽ വന്നിട്ടുണ്ട്. NDTV അറിയാലോ ചാനൽ, അതിനകത്ത് വന്നിട്ടുണ്ട്. കുറേ അധികം ചാനലുകൾ വന്നിട്ടുണ്ട്. സലീം വാസ്തിക് ഹു ഹാഡ് ബീൻ ലിവിംഗ് അണ്ടർ എ ഫാൾസ് ഐഡന്റിറ്റി ഹാസ് ബീൻ സെന്റൻസ്ഡ്. ഇയാൾക്ക് വിധി വന്നിട്ടുണ്ടായിരുന്നു. ലൈഫ് ഇംപ്രിസ്മെന്റ് ആണ് ഇൻ തിഹാർ ജയിൽ ഓൺ ചാർജസ് ഓഫ് കിഡ്നാപ്പിംഗ്, എക്സ്ട്രോഷൻ ആൻഡ് മർഡർ. നിസ്സാര കഥയൊന്നുമല്ല. അപ്പോൾ അതിനൊക്കെ പിടിച്ച സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവന്റെ ഈ പേരുമാറ്റങ്ങളോ ഇവന്റെ ഈ കുർത്തക്കേടുകളോ ഒന്നും പോലീസിനെ പറ്റിക്കാൻ പറ്റുന്ന സാധനമല്ലാത്തത് കൊണ്ട് അവർ കൈയോടെ പൊക്കിയിട്ടുണ്ട്. പോപ്പുലർ യൂട്യൂബർ സലീം വാസ്തിക് നോൺ ഫോർ ഹിസ് പബ്ലിക് ഐഡന്റിഫിക്കേഷൻ ആസ് എൻ എക്സ് മുസ്ലിം ഹു ഹാസ് സ്റ്റാബ്ഡ് ലാസ്റ്റ് മന്ത് 2 months ബിഫോർ എന്നാണ്. മറ്റേ വാർത്ത 2 മാസം മുമ്പാണ്. അപ്പോൾ ലാസ്റ്റ് മന്ത് എന്ന് അവർ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് 2 months ബിഫോർ ആണ് അയാളെ കുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഹു ഹാസ് സ്റ്റാബ്ഡ് ലാസ്റ്റ് മന്ത് അറ്റ് ഹിസ് ഹോം ഇൻ ഗാസിയാബാദ് ഹാസ് ബീൻ അറസ്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് ദ മർഡർ ഓഫ് എ ഡൽഹി ബിസിനസ് മാൻസ് 13 years old son nearly 31 years ago. സലീം വാസ്തിക്. മുഖം കണ്ടോ? അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇവനൊക്കെയാണ് എച്ചിൽ മുസ്ലിം. അപ്പം ഇനി മർഡർ നടന്ന ഒരു ഡീറ്റെയിലിംഗ് ഞാൻ പറയാം. January 20, 1995 സന്ദീപ് ബൻസാൽ, ദ സൺ ഓഫ് എ സിമെന്റ് ബിസിനസ് മാൻ, ലെഫ്റ്റ് ഹോം ഫോർ സ്കൂൾ ഇൻ ഡൽഹി but never returned. സ്കൂളിൽ പോയ കുട്ടി തിരിച്ചു വന്നിട്ടില്ല. The family searched extensively but was unable to find him. The next day, the businessman received a call informing him that his son had been kidnapped and demanding a ransom of 30,000. 30,000 രൂപയ്ക്ക് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഒരാൾ വിളിച്ചിരിക്കുകയാണ് ഒരു കുട്ടീനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ആൻഡ് ഇത് കിഡ്നാപ്പേഴ്സ് ഇയാളുടെ ഈ ബിസിനസ്മാൻ്റെ അടുത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇത് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ ഞങ്ങൾ കൊന്നുകളയുമെന്ന്. The family, however, immediately informed the police and a case was filed at the Gogulpuri police station. During the investigation, the businessman neighbor reported seeing the child riding an auto rickshaw with a tall boy named Master G. Based on the clue, police traced Salim Khan. Annavante peru Salim Khan annayirunnu etta. Now Salim Wastik. Khan matti Wastik adaki. Who has then a martial arts instructor at Ramjas school. പേരൊക്കെ അത് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ദറിയങ്കാജ്. Subsequently, he confessed to the crime and led the cops to a drain in Mustafabad, where the child body was recovered. ഇവൻ തന്നെയാണ് ആ കുട്ടിയുടെ ബോഡി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവനെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവന്റെ പേര് സലീം ഖാൻ എന്നായിരുന്നു. സലീം ഖാൻ എന്ന പേര് ഇവൻ മാറ്റിയിട്ട് സലീം വാസ്തിക്കായി മാറിയത് ഇവൻ 1995 ചെയ്ത കൊലയെ തുടർന്ന്
ആ കുട്ടിയുടെ ബോഡി ഇവൻ തന്നെ എടുത്ത് കാണിച്ചു, കൺഫെഷൻ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ബെയിൽ എടുത്തിട്ടാണ് ഇവൻ മുങ്ങിയത്. 20 വർഷമായിട്ട് മുങ്ങി നടന്ന ഇവനെ പോലീസ് പൊക്കിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന നമ്മുടെ ആരിഫ് KUNന്റെ മോൻ ഒരു പോസ്റ്റ് ഇടുകയോ ഒരു എക്സ്പ്ലനേഷൻ പറയുകയോ ഈ പറയുന്ന മീഡിയാസ് ഇതെടുത്ത് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്നതോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സലീം ഖാനാണ് അത് ചെയ്തിരുന്നതെങ്കിൽ നിസ്സാരമായിരിക്കത്തില്ല. 13 വയസ്സുള്ള കുഞ്ഞിന്റെ ജീവൻ, 13 വയസ്സുള്ള കൊച്ചിനെ ചെയ്തു തീവ്രവാദികൾ, ജിഹാദികൾ, വാഴ, തേങ്ങ, തോങ്ങ, ചക്ക, മാങ്ങ, എരുമ. ഇത് കുഴപ്പമില്ല. എന്തുകൊണ്ടാ? എച്ചിൽ മുസ്ലിമാണ്. സിസ്റ്റം ആർക്കൊപ്പമാണെന്നുള്ളൊരു തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. സലീം വാസ്തിക് ആൻഡ് സലീം അഹമ്മദ് 2 പേരിലാണ് അവൻ നടന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെയൊന്നും ഇതെനിക്കറിയത്തില്ല. പക്ഷേ സലീം വാസ്തിക് എന്നാണ് അയാളുടെ യൂട്യൂബ് ചാനലും അയാളും അറിയപ്പെടുന്നതൊക്കെ സലീം വാസ്തിക് എന്നുള്ളതാണ്. ഇതിൻ്റെ ഡെപ്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ ഷോക്കഡായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും ഇവൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി അങ്ങോട്ട് പോയി നോക്കിയാണ്. ഇത്രയും വലിയൊരു കാര്യം നടന്നു. ഇവനായിരുന്നല്ലോ 2 മാസം മുമ്പ് ഇയാൾക്ക് വേണ്ടിയിട്ട് തോരം പ്രസംഗിച്ചത്. അപ്പോൾ ഇവൻ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും. പോയി നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ KUNന്റെ മോൻ ഇത് ഇട്ടിട്ടില്ല, പകരം പുൽവാമയെ പിടിച്ചോണ്ട് നിൽക്കുക, പഹൽഗാമം പിടിച്ചോണ്ട് നിൽക്കുക. അതെന്താടാ നിനക്ക് ഇതൊന്നും പറയണമെന്ന് തോന്നാത്തേ? ഇതിനെ പറയണമെന്ന് നിനക്ക് തോന്നുന്നില്ല? ഈ പറയുന്ന പ്രസ്തുത വ്യക്തി, അതായത് സലീം വാസ്തിക്കിനെ പോലുള്ള ക്രിമിനൽസുകൾ ചേക്കേറാൻ അവർ ചെയ്യുന്ന ഒരേ ഒരു പരിപാടി എച്ചിൽ മുസ്ലിം ആവുക എന്നുള്ളതാണ്. ആണുമതേ പെണ്ണുമതേ. സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എനിക്ക്, തുണി പറിച്ചെറിയണം. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചായിരുന്നു ഉർഫി ജാവേദ്, മുസ്ലിം കുട്ടിയാ, ഇപ്പൊ നടക്കുന്ന കോലം കണ്ടില്ലേ? തുണിയും പറിച്ചെറിഞ്ഞിട്ട് നടക്കുകയാണ്. ഈ അമിതമായി തുണി അടിച്ചേപ്പിച്ച പിന്നെ പെമ്പിള്ളേർ അത് തന്നെ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ വരുന്നത് അവരവരുടെ സ്വാതന്ത്ര്യത്തിനും സുഖത്തിനും വേണ്ടിയിട്ടാണ്, അല്ലാതെ പൊതുസമൂഹത്തിന് നന്മയ്ക്കല്ല. പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും പറയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മൾ വേദഗ്രന്ഥങ്ങൾ എടുക്കാം, ബൈബിൾ എടുക്കാം. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന്മാരെ തച്ചു വന്ന ഒരു പ്രത്യേക വിഭാഗമാണ് അവർ. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ, അതായത് എന്താ പറയുക, ആരോഗ്യ മേഖലകളിലാണെങ്കിലും പഠന മേഖലകളിലാണെങ്കിലും ഏറ്റവും മുന്നേറി നിൽക്കുന്ന ഒരു വിഭാഗം അവരാണ്. അപ്പോൾ അവർ ബൈബിളിക്കൽ സാധനവും കൊണ്ട് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ ഇരുന്ന് പോകുമായിരുന്നു. അവർ പഴയ ബൈബിൾ അങ്ങ് മാറ്റി പുതിയതെടുത്ത് അവർ മുന്നേറി വന്നു. അങ്ങനെ ഒരു കാര്യം ഇവർക്ക് വേണ്ടി വന്നിട്ടില്ല, അതിനേക്കാൾ വേഗത്തിൽ അവർ മുന്നേറി വരുന്നുണ്ട്. അതേപോലെ ഹിന്ദുമത വിശ്വാസങ്ങൾ പറയാം, പലരും നിരീശ്വരവാദികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം മൂഢനമ്പികകൾ വേണ്ട എന്ന് അവരങ്ങ് സ്വയം തീരുമാനിക്കുകയാണ്. നന്മകൾ എടുക്കുക, തിന്മകൾ നീക്കി നിർത്തുക എന്നുള്ളതാണ്. എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. എല്ലാത്തിലും മെറിറ്റും ഡീമെറിറ്റും ഉണ്ടാവും. മെറിറ്റേ ഉള്ളൂ എന്ന് പറയുന്നവരും ഡീമെറിറ്റേ ഉള്ളൂ എന്ന് പറയുന്നവരോടും തർക്കിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇത് രണ്ടും മിക്സഡ് ആണ്. നമുക്ക് ഏത് നല്ലതെന്ന് പെടുന്നോ അത് നമ്മുടെ മെറിറ്റ്, നമുക്ക് ഏത് മോശമെന്ന് പെടുന്നോ അത് നമ്മുടെ ഡീമെറിറ്റ്. അത്രേ ഉള്ളൂ. മുന്നോട്ട് പോവുക, ശക്തിയുക്തം ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരെ എതിർക്കുക എന്നുള്ളതാണ് ബേസിക് തിയറി. ഞാനത് പറയാനാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നത്. എനിക്കറിയാം ഒരു ലെങ്തി വീഡിയോ ആയിപ്പോയി, ബട്ട് സ്റ്റിൽ ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തൂ എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് ഇത് പറഞ്ഞത്. രണ്ടാമതൊരു കാര്യം, ഈ പറയുന്ന എക്സ് മുസ്ലിമുകളെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കൂടെ നിർത്തിയിരിക്കുന്ന മന്ദബുദ്ധികളോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ പാസ്റ്റ് ഹിസ്റ്ററി എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. എക്സ് മുസ്ലിമായി അവരതിച്ചു കൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഇവന്മാരുടെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാകും എന്തോ കളത്തരം ഒപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് മറയ്ക്കാൻ, അത് ഒളിച്ചു വെക്കാൻ അവർ നോക്കുന്ന ഒരു സെക്യൂർ പ്ലേസ് ആണ് എക്സ് മുസ്ലിം എന്നൊരു ചട്ടം. അതിൻ്റെ കൂടെ RSSകാരുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം, കാസാക്കാരുടെ ചാപ്പാട്. ഏകദേശം പിക്ചർ ക്ലിയർ അല്ലേ? ഓരോരുത്തരുടെ കാര്യവും ഇത് തന്നെയാണ്. ആരിഫ് ഹുസൈൻ എന്ന വ്യക്തി അതിഭീകരനായ ഒരു ക്രിമിനലാണ്. കാരണം അത്രത്തോളം ക്രൈം അയാൾ ചെയ്തിട്ടുണ്ട്. 2 വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്ന രീതിയിൽ അയാൾ ഇപ്പം നടത്തുന്ന പ്രസ്താവനകൾ പോലും ഒരു വൻ, അതായത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിത്തീരാൻ ഒരു വൻ കലാപത്തിന് കോപ്പ് കൂട്ടുന്ന കാര്യങ്ങളാണ്. പരസ്പരം വെല്ലുവിളിക്കുകയും മോശം പറയുകയും വിമർശനങ്ങളെക്കാൾ ഉപരി അവഹേളനം നടത്തുകയും ചെയ്യുന്ന ഇവനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അത് സ്വാഭാവികമായ ഒരു രീതിയാണ്. ഇന്ന് അവൻ എക്സ് മുസ്ലിമിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇവർ ഫേവറായി നിൽക്കുകയാണെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ല. കാരണം ഇസ്ലാമിയിൽ ഇത്തരം വയലൻസിനെ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യത്തില്ല. മോശമായിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഇടത്തുനിന്ന് പിടിച്ച് പറിച്ച് ദൂരെ കളയുന്നതിനപ്പുറം അവർ ചേർത്ത് പിടിക്കത്തില്ല. മറ്റു മതവിഭാഗങ്ങളിലേക്കുള്ള ആൾക്കാരെ, മോശം പറയുന്നവരെ അവർ ചേർത്ത് പിടിക്കില്ല. അതിൻ്റെ ആവശ്യം അവർക്കില്ല. അവർക്ക് അവരുടെ വിഭാഗത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നതിനപ്പുറം മറ്റൊരാളെ ഇകഴ്ത്തുന്ന പരിപാടി അവർക്കില്ല. ആ ഒരു വിഷയത്തിൽ ഞാൻ അവരെ സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് ഇവനൊരിക്കലും അവർ ചേർത്ത് പിടിക്കത്തില്ല. പക്ഷെ കാസാക്കുട്ടന്മാർ ചിലപ്പോൾ ചേർത്ത് പിടിക്കാം. അന്ന് അവൻ ആക്രമിക്കാൻ പോകുന്നത് ഹിന്ദുമത വിശ്വാസികളെ ആയിരിക്കും. എഴുതി വെച്ചോളൂ, അവൻ അങ്ങനെ തന്നെ. അവൻ എവിടെ ഫേവർ ഉണ്ടോ അവിടെ ചായും. എന്തുകൊണ്ടാണ് അവൻ ഇസ്ലാമിയത്തെ തല്ലുന്നതെന്ന് അറിയാമോ? കാരണം അവരുടെ സഹിഷ്ണുത ലെവൽ ഭയങ്കര ഹൈയാണ്. ഇത് തിരിച്ചു ചെയ്യൂല. തിരിച്ചു ചെയ്ത് അവൻ്റെ തല കാണൂല. അവന് നല്ല ബോധ്യമുണ്ട്. അവനും ബോധ്യമുള്ള കാര്യമാണത്. അതുകൊണ്ടാണ് അവൻ തിരിച്ച് മറ്റ് വിഷയങ്ങളിലൊന്നും അവ ഇടപെടാത്തത്. ഒരാൾ സാമൂഹ്യ നീതിക്ക് വേണ്ടിയും സമൂഹത്തിലെ പ്രോബ്ലംസിനെ പറ്റിയും ഒക്കെ പറയുമ്പോൾ എല്ലാം പറയണം, എല്ലാം പറയാൻ കഴിയണം. അല്ലാതെ ഓൺ സൈഡഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ നീതി ഇല്ല ഇവിടെ. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി.